പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരഞ്ഞെടുപ്പ് കളത്തിൽ ഡീൽ ആരോപണമാണല്ലോ ഇപ്പോൾ സജീവ ചർച്ചയായിട്ട് നിൽക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ 2021 ഗുരുവായൂരിൽ CPIM BJP ഡീൽ നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദറിന്റെ ആത്മകഥ ഡീലിന് ചുക്കാൻ പിടിച്ചത് പിണറായി വിജയനാണെന്നാണ് ആരോപണം. വ്യാകരണമില്ലാത്ത ജീവിതം എന്ന ആത്മകഥയിലാണ് അന്നത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന KNA ഖാദറിന്റെ പരാമർശം. പുസ്തകം ഇന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. ശാന്തകുമാർ വെള്ളാലത്ത് ചേർന്ന വിവരങ്ങളുമായിട്ട്. ശാന്തകുമാർ, ഈ പുസ്തകം ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ അതിന് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ VD സതീശൻ തുടങ്ങി വെച്ച ഒന്നാണ് ഡീൽ ആരോപണം. അത് അന്ന് അദ്ദേഹം പറഞ്ഞത് പാലക്കാടിനെ മാത്രമാണെങ്കിൽ ഇന്നലെ ജില്ലകളുടെ എണ്ണം കൂടി. കാസർഗോഡും മഞ്ചേശ്വരവും കോന്നിയും റാന്നിയും ഒക്കെ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ വന്നു. ഇതിനെ പൂർണ്ണമായിട്ടും ഇടതു കേന്ദ്രങ്ങൾ നിഷേധിക്കുമ്പോൾ ഇതാ ഒരു പുസ്തകം തന്നെ പുറത്തിറങ്ങാൻ പോവുകയാണ്. തീർച്ചയായും ചെയ്തതിനാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദപ്രയോഗമാണ് ഡീൽ എന്നുള്ളത്. ആ ഡീലാണ് ഇപ്പോൾ പുതിയ ഒരു സംവാദത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു വിവാദത്തിലേക്ക് കൂടി വന്നിരിക്കുന്നത്. KNA ഖാദർ 2021 ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ഗുരുവായൂരിൽ BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. ആ തള്ളിയതിനുള്ള കാരണവും അതിൻ്റെ വിശദാംശങ്ങളുമെല്ലാമാണ് ഈ ആത്മകഥയിൽ സമ്പൂർണ്ണമായും അദ്ദേഹം വിശദീകരിക്കുന്നത്. അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു അത്തരത്തിലുള്ള ഒരു നടപടി നടന്നത്. ഇല്ലെങ്കിൽ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി എത്തുന്നതും ഈ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥിക്ക് സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ഒപ്പില്ലാത്തതിന്റെ പേരിലാണ് ആ പത്രിക തള്ളുന്നത്. പക്ഷേ അത് കോടതിയിൽ പോകുന്നതിനോ ഇല്ലെങ്കിൽ അത് മറ്റ് നടപടിയിലേക്ക് കടക്കുന്നതിനോ ഒന്നും അവിടുത്തെ അതിന്റെ പ്രവർത്തകർ ശ്രമിച്ചില്ല. ഇല്ലെങ്കിൽ അതിനുവേണ്ടി അവർക്ക് ഒരു കാര്യമായി ഒന്നും ചെയ്തിരുന്നില്ല. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് പിണറായി വിജയനുമായിട്ടുണ്ടായിരുന്ന ഒരു ഡീലിന്റെ ഭാഗമായിരുന്നു അത് എന്നുള്ളതാണ്. ഏകദേശം 25,000 വോട്ടിലധികം അവിടെ BJPക്ക് ലഭിച്ചിരുന്നതാണ്. ആ വോട്ടാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 6,500 വോട്ടിലേക്ക് കുറഞ്ഞത്. ബാക്കിയുള്ള വോട്ട് മുഴുവൻ LDF നേടാൻ കഴിഞ്ഞു. അങ്ങനെയാണ് LDF അവിടെ വിജയിക്കുന്നത്. അങ്ങനെ ഗൗരവകരമായ ഒരു ആരോപണം തന്നെയാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ ഡീലിന് നേതൃത്വം നൽകിയിരുന്നത് എന്നുള്ള ഒരു ഗുരുതര ആരോപണം തന്നെയാണ് KNA ഖാദറിന്റെ ഈ ആത്മകഥയിൽ എന്തായാലും പരാമർശിച്ചിട്ടുള്ളത്. ഇന്ന് പുസ്തകം പുറത്തിറങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ അത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല. സേതു.